ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കപ്പയും മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ കപ്പെല്ലാം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കപ്പ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതാ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയ്ക്ക് വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകും കറിവേപ്പിലും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ അതാ നമ്മൾ കപ്പയിലോട്ട് അത് മിക്സ് ചെയ്ത് കപ്പ എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി കപ്പയായിരുന്നു. ഇനി അതിക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്തിക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. മത്തി മല്ലിയും തേങ്ങ അരച്ചിട്ടാട്ടോ നമ്മൾ കറി വയ്ക്കുന്നത്. മല്ലി വറുത്തിട്ട് പച്ച തേങ്ങയാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ ഇതാ കറി വയ്ക്കുന്നത് എൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും വറുത്ത് വെച്ച മല്ലിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അരച്ചെടുക്കാൻ മാത്രം വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനായിട്ട് പോവാം കേട്ടോ. ഒരു കടായിലോട്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ അരപ്പ്, അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മത്തി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ ആ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കറിയിലോട്ട് മിക്സ് ചെയ്ത് മാറ്റും. ഇതാ നമ്മൾ തേങ്ങ വറുത്തരച്ചല്ല മല്ലിയും തേങ്ങയും കൂടിയിട്ടുള്ള കറി ഇവിടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ കപ്പയും റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞങ്ങൾ മത്തി വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. ഇത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.